ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ മനോഹർ പുറത്തേക്ക് പോകാൻ വേണ്ടി വരുമ്പോഴേക്കും മനോഹരനെ എങ്ങോട്ടേക്ക് പോകണം ചെയ്യുമ്പോൾ ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ട്. ഓസ്ട്രേലിയയിലുള്ള കമ്പനിയിലേക്ക് സ്റ്റാഫ്സിന് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 5 ലക്ഷം രൂപയാണ് സാലറി കൊടുക്കുന്നത്. അത്രയൊക്കെ കൊടുക്കണം മനുവേട്ട എന്ന് സരിക ചോദിക്കുമ്പോഴേക്കും എൻ്റെ മോളെ അവിടെ അത്രമാത്രം ചിലവുണ്ട്, അപ്പം അത്ര കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല, അപ്പം ഞാൻ പോയിട്ട് വരാവേ, ഒരു മീറ്റിംഗ് ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടാ എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് ഇറങ്ങാണ്. ഇറങ്ങി കഴിയുമ്പോഴേക്കും നമ്മുടെ സരിക പറഞ്ഞിട്ട് കണ്ടില്ലേമേ, ഇത്രയും രൂപ സാലറി കൊടുക്കുന്ന ആളെക്കുറിച്ചാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറയുമ്പോൾ അങ്ങനെ ആയാൽ കൊള്ളാം. ഈ അമ്മക്ക് ഇത് എന്ത് പറ്റി? അമ്മ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ ചെയ്യുമ്പോൾ ഈ ഭ്രാന്ത് എന്ന് പറയുന്നത് പകരണൊരു അസുഖമാണോ? അല്ല, എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, അച്ഛൻ്റെ അടുത്ത് നിന്ന് അമ്മക്ക് പകർന്നോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. ഞാൻ എല്ലാത്തിനും പ്രാർത്ഥിക്കണത് എൻ്റെ മോളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടി മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അമ്മ ഇപ്പം എവിടെയാണ് പോണത് എന്ന് സരിക ചോദിക്കുമ്പോൾ, ഞാൻ അമ്പലത്തിലോ തൊട്ടടുത്ത് പള്ളിയൊക്കെ ഉണ്ടല്ലോ അവിടെ ഒന്ന് പോയിട്ട് മെഴുകുതിരിയോ അല്ലെങ്കിൽ നാരങ്ങ വിളക്കോ എന്തെങ്കിലും കത്തിച്ചിട്ട് വരാൻ മോളെ എന്ന് പറഞ്ഞിട്ട് ഷാരി അവിടുന്ന് പോകുവാണ്. സരിക ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം മനോഹർ പോയ തൊട്ടു പിന്നെ തന്നെ ഷാരി ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ട് മനോഹറിൻ്റെ പുറകെ തന്നെ പോകുവാണ്. മനോഹർ പോണ നേരെ ഒരു ബീച്ചിലേക്ക് കണ്ടോ. ഷാരി അവിടെ വണ്ടി ഒരു മൂലയ്ക്ക് പാർക്ക് ചെയ്തിട്ട് അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവൻ്റെ മീറ്റിംഗ്. 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ എല്ലാം വെറുതെ എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം മനോഹർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു പെണ്ണാട്ടോ അങ്ങോട്ടേക്ക് വരുന്നത്. ആ പെണ്ണിൻ്റെ പേര് മിക്കി എന്നാണ്. അപ്പോൾ പെണ്ണ് അടുത്തേക്ക് വന്നിട്ട്, കുറേ നേരമായോ തോമസ് ഏട്ടൻ വന്നിട്ട്? കുറച്ച് നേരമായി എന്ന് പറയാണ്. അതിനുശേഷം അല്ല, ഇനി എപ്പോഴാണ് ഗൾഫിലേക്ക് പോകണതെന്ന് ചോദിക്കുമ്പോഴേക്കും അത് ഒരു മാസത്തിനുള്ളിൽ പോകും. അല്ല, അച്ഛനും അമ്മയൊക്കെ ഇങ്ങോട്ട് വരില്ലേ കല്യാണത്തിന്? അവരൊക്കെ ചിലപ്പോഴേ വരും മോളെ, അവർക്ക് കുറച്ച് അസൗകര്യമൊക്കെ ഉണ്ട്. അത് സാറില്ല, കല്യാണം കഴിഞ്ഞിട്ട് അവർ വന്നോളൂ. അതെന്ത് തോമസ് ചേട്ടാ, അവർക്ക് വരാൻ വേണ്ടി അധികം സമയമൊന്നും വേണ്ടല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്ന്? അതൊക്കെ നമുക്ക് നോക്കാന്നേ എന്ന് പറയാണ്. അതിനുശേഷം മനോഹർ ചോദിക്കുന്നുണ്ട്, അല്ല ഞാനൊന്ന് മിക്കീനെ ഒന്ന് തൊട്ടോട്ടെ? അയ്യോ, ഇവിടെ വെച്ചിട്ടോ? വേണ്ട തോമസ് ചേട്ടാ എന്ന് പറയുമ്പോൾ, ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ. അതൊന്നും കുഴപ്പമില്ല, ഇപ്പം ആരെങ്കിലും കണ്ടാലും ഒരു പ്രശ്നമൊന്നുമില്ല. മിക്കി എൻ്റെ ആളാണ്, ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തേക്കുന്ന ആളാന്ന് 4 ആൾ അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിക്കീനെ കെട്ടിപ്പിടിക്കാട്ടെ മനോഹർ. വൃത്തികിട്ടവൻ എന്ന് പറഞ്ഞിട്ട് ഷാരി ഇങ്ങനെ തലയിങ്ങനെ ഒതുക്കുവാണ്. ഇവന് എന്താ ചെയ്യേണ്ടത്? ഈശ്വര, മതിയായി, എനിക്ക് ഇവിടെ വണ്ടി എടുക്കണം എന്ന് പറയാണ്. അങ്ങനെ ഡ്രൈവർ വണ്ടി എടുക്കുവാണ്. ഷാരിയാണെങ്കിൽ ആകെ വിഷമിച്ചിട്ട് വണ്ടിയിൽ കയറി പോവാട്ടോ. അതിനുശേഷം മനോഹർ മിക്കടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഈ പ്രാവശ്യം ഗൾഫിൽ പോയി വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ മിന്നുകെട്ട് കഴിഞ്ഞാൽ മോളെയും കൂട്ടിക്കൊണ്ട് ഞാൻ പോകും ഗൾഫിലേക്ക്. എല്ലാം എൻ്റെ ഭാഗ്യമാണ് എന്ന് മിക്കി പറയാണ്. അതിനുശേഷം മിക്കിനെ വീണ്ടും കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ മനോഹറെ കെട്ടിപ്പിടിച്ചതിന് ശേഷം മിക്കിയുടെ നെറ്റിയിലൊക്കെ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് അവിടെ പബ്ലിക് പ്ലേസ് ഒന്നും പോലും നോക്കാണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അവർ പരിസരം മറന്നങ്ങനെ നിൽക്കുക കേട്ടോ. ഷാരി ആണെങ്കിൽ ആകെ വിഷമിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വര, ഇതെങ്ങനെ സഹിക്കും? എൻ്റെ മോളല്ലെന്ന് അറിഞ്ഞു. അതിന് പിന്നാലെ തന്നെ അടുത്തൊരു വിഷമം, ഞങ്ങളുടെ മനുമോൻ ഭയങ്കര ലോക ഫ്രോഡാണെന്ന്. ഇതൊക്കെ എങ്ങനെ സഹിക്കും എൻ്റെ ഈശ്വര? എന്താ ഇങ്ങനത്തെ പണിയൊക്കെ ഞങ്ങൾക്ക് തരുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് ആകെ വിഷമിച്ച് വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും ഒരാളെ കാണുവാട്ടോ. ഇയാളെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, അതെ ഇത് അയാളല്ലേ എന്ന് പറഞ്ഞിട്ട് ആലോചിക്കുകയാണ്. വേറെ ആരില്ല, ജുബാൻ്റെ അച്ഛൻ. ജുബാനെയും കൂട്ടിക്കൊണ്ട് അന്ന് വീട്ടിൽ വന്ന കാര്യം ആലോചിച്ച് പോവാട്ടോ ഷാരി. വണ്ടി നിർത്തുന്നു ഷാരി പറയുന്നുണ്ട്. അപ്പോൾ ജുബാൻ്റെ അച്ഛനൊരു കോള് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ വണ്ടി നിർത്തി ഷാരി വേഗം ജുബാൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നെ മനസ്സിലായി എന്ന് ചോദിക്കുകയാണ്. നിങ്ങളെ മറന്നു പോവില്ല ഒരിക്കലും, അത്രയ്ക്ക് ഓർമ്മയുണ്ട് എനിക്ക്. എന്താ നിങ്ങളിപ്പോൾ ഇവിടെ വന്നു ചോദിക്കുമ്പോൾ, അല്ല ജുബാൻ്റെ അച്ഛനല്ലേ? അതെ ജുബാൻ്റെ അച്ഛൻ തന്നെയാണ്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ജുബാൻ്റെ ഭർത്താവിന് എന്താ സംഭവിച്ചത്? അവനൊന്നും സംഭവിച്ചിട്ടില്ല, അവൻ മുത്തല്ലേ, മുത്ത്. എന്താ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല. അവനെ ശരിക്കും പറഞ്ഞാലേ എൻ്റെ മോളെ മാത്രമല്ല ഒരുപാട് പെണ്ണുങ്ങളെ പറ്റിച്ചതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും നിങ്ങൾക്ക് പറയാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഞാൻ പറയാം, അവൻ ഒരുപാട് പെണ്ണുങ്ങൾക്കൊരു അടുപ്പുള്ളൊരാളാണ്. നിങ്ങൾക്കറിയായിരിക്കും, ഒരു ഡോണ അവളെ കല്യാണം കഴിക്കാൻ പോയതായിരുന്നു. ആ കുട്ട ഭാഗ്യം കൊണ്ട് കല്യാണത്തിന് മുമ്പ് തന്നെ സത്യങ്ങൾ മനസ്സിലായി. അവൾ മാത്രമേ ആകെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരെയും കല്യാണം കഴിച്ച് ഒരുപാട് പെൺപിള്ളേരെ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാക്കിയ ഒരുത്തനാണ്. അത് മാത്രമല്ല, അവൻ അനസ് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ മോളെ വിവാഹം കഴിച്ചത്. പക്ഷേ അവൻ്റെ ശരിക്കുള്ള പേര് മൂന്നാർ മുനുകൻ എന്നാണ്. മൂന്നാർ ഫുള്ളും മോനെ എഴുതി കൊടുത്തിരിക്കുകയാണല്ലോ, അതുകൊണ്ട് മൂന്നാറിലേക്ക് നമ്മൾ പോകാറില്ല. മൂന്നാറിന് ഒരു ആന ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാറില്ല, കാട്ടാന. അത് ഇറങ്ങണത് എന്തിനെന്നറിയാവോ? ഇവരെ കണ്ടുപിടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുക കേട്ടോ.
എന്തായാലും അവൻ അന്വേഷിച്ച് നടക്കുവാണ്. എൻ്റെ ആങ്ങളമാരും എൻ്റെ ജുബാനയുടെ ആങ്ങളമാരും എല്ലാവരും ബന്ധുക്കളും എല്ലാവരും അവനെ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ അവനെ വെച്ചേക്കില്ല. ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് പെൺപിള്ളേരുടെ പാരൻസ് അവരെ കാത്തു നിൽക്കുന്നുണ്ട്. അവനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളടുത്ത് പറയാം, നിങ്ങൾ വിഷമിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജുബായുടെ പാപ്പ അവിടെ നിന്ന് പോകുവാട്ടോ. അതുകൂടെ ആയിരിക്കുമ്പോഴേക്കും ഷാരിയൊക്കെ തകർന്നു പോവാണ്. ഈശ്വര, ഇവൻ ഇത്ര വൃത്തികെട്ടവനാണല്ലോ, എന്തോ ഒരു പെൺപിള്ളേരുടെ ജീവിതമാണ് ഈശ്വര അവൻ തകർത്തേക്കണത്. ഈശ്വരൻ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വിധി ഞങ്ങൾക്ക് തന്നെ തന്നത്, ഇങ്ങനത്തെ ഒരാളെ തന്നെ ഞങ്ങൾക്ക് എന്തിനാണ് ഈശ്വരൻ തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് വയ്യ, ജീവിതം മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഷാരി അങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന പ്രകാശനെയാണ്. പ്രകാശൻ രാജപ്പനെ കാണാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ രാജപ്പൻ പറയണ്ടേടാ, ഇന്ന് അയാൾ എങ്ങോട്ടേക്ക് വരും? സാധാരണ അയാളുടെ കൂടെ കുറേ പേരുണ്ട് ഗുണ്ടയുടെ കൂടെ. അയാൾ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകാനും അതുപോലെ തന്നെ കിഡ്നാപ്പിനും കാര്യങ്ങളൊക്കെ അവരാണ് വരാറ്. ഇത് കൊല്ലണ കേസായതുകൊണ്ടാണ് അയാൾ നേരിട്ട് വരുന്നത്. പേരിട്ട ഗുണ്ടയാണ്, പേരെടുത്ത ഗുണ്ട തമിഴനാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ അവനെ നീ തന്നെ നിന്റെ കൈ കൊണ്ട് അഡ്വാൻസ് കൊടുക്കണമെന്ന് പറയാണ്. അതെന്താ, ഞാൻ തന്നെ കൊടുത്തോളെന്ന് പറയാണ്. അങ്ങനെ ഗുണ്ട വരുന്നുണ്ട്. ഗുണ്ട ഒരു ബൈക്കിലൊക്കെ ആയിട്ട് വരുന്നത്, നല്ല പൊക്കോ മണ്ണോ കൂടി ഒരാളാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഓ നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട, തമിഴിലാണ് പറയണത്, നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട, നിങ്ങൾ കൊല്ലണമെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാളുടെ ഫ്ലാറ്റിൽ തന്നെയാണ് ഞാൻ റൂം എടുത്തിരിക്കുന്നത്, കാര്യങ്ങളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എപ്പോഴാണെന്ന് വെച്ചിട്ട് സമയം പറഞ്ഞാൽ മതി, ആ സമയത്ത് കൊന്ന് ഞാൻ കയ്യിൽ തന്നിരിക്കും, ഒരു തെളിവ് പോലും ബാക്കി വെക്കില്ല, ഒരു തെളിവ് പോലും ഇവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട് ഒന്നും കൊണ്ട് പേടിക്കണ്ട എന്ന് പറയാണ്. ഓ വളരെ നന്ദി എന്ന് പറഞ്ഞിട്ട് ആ അഡ്വാൻസ് നമ്മുടെ പ്രകാശൻ ആ ഗുണ്ടയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഗുണ്ട അത് സന്തോഷത്തോടു കൂടി തന്നെ വാങ്ങിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പോവുക. പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ രാജപ്പൻ്റെ അടുത്തേക്ക് വേപ്പമണ്ട പ്രകാശ, ഞാൻ ഇതും കൂടി കൂട്ടി ഒരുപാട് പൈസ നിനക്ക് തരണത് എൻ്റെ രാജപ്പണ്ണ, ഇതിൻ്റെയൊക്കെ പലിശയായിട്ട് ഞാൻ 5-6 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ ആരാണെന്ന വിചാരം? എനിക്ക് LK കൺസ്ട്രക്ഷൻ്റെ മുതലാളിയുടെ MDയുടെ അച്ഛനാണ് ഞാൻ. അത് മാത്രമല്ല, ലക്ഷ്മിനെ കല്യാണം കഴിക്കാൻ പോവാ, 2000 കോടിയുടെ ആസ്തിയാണ് എനിക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പൈസ കാണുന്ന ഓർത്ത് വിഷമിക്കേണ്ട രാജപ്പണ്ണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ലക്ഷ്മി ഫോണിലേക്ക് വിളിക്കുക കേട്ടോ. ആ ഹലോ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട്, ആ എന്തായി പ്രകാശേട്ടാ, എനിക്കിവിടുത്തെ വിഷമമാവാ, എന്താണ് കല്യാണം കഴിക്കാം, ഹണിമൂണിന് പോവാം, കറങ്ങാന്നൊക്കെ പറഞ്ഞിരിക്കേണ്ട സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. എൻ്റെ ലക്ഷ്മി വിഷമിക്കേണ്ട, അടുത്ത കോടതി കൂടുമ്പോൾ ആ ലക്ഷ്മി എന്ന് പറഞ്ഞവൾ വരത്തില്ല. എന്താ അവൾ കൊല്ലാൻ പോവുകയാണോ? അതൊന്നും ലക്ഷ്മി അറിയണ്ട, എന്തായാലും അവൾ വരത്തില്ല, അത് മാത്രം മഹ അറിഞ്ഞാൽ മതി എന്ന് പറയാണ്. ശരി, എങ്ങനെയും അവൾ വരാതിരുന്നേ പറ്റൂ, എങ്കിൽ മാത്രമേ എനിക്ക് പ്രകാശേട്ടൻ്റെ സ്വന്തം ആവാൻ പറ്റൂ, എങ്കിൽ ശരി പ്രകാശേട്ടാ എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുവാണ്. അതിനുശേഷം പ്രകാശൻ പറഞ്ഞ, കണ്ടില്ല രാജപ്പണ്ണ, ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ അവളെന്നെ വിളിച്ചത്, അത്രയ്ക്ക് ഞങ്ങൾ തമ്മിൽ ആത്മബന്ധം. എടാ ഈ ലക്ഷ്മിനെ നീ കണ്ടിട്ടുണ്ടോടാ? ഇല്ല, ഇനി കാണേണ്ട കാര്യമൊന്നുമില്ല രാജപ്പണ്ണ, അവൾ സുന്ദരിയായിരിക്കും, ഇനി സുന്ദരി അല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത്രയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടു പോയി അവളെ എന്ന് പറയാണ്. എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശൻ വരുന്നതിനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് പ്രകാശൻ നേരെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുമ്പോഴേക്കും അവിടെ കാർത്തിക അവിടെ ഉണ്ടാവും കേട്ടോ. കാർത്തികത്ത് പറഞ്ഞ, മോളെ ഒന്നും കൊണ്ട് പേടിക്കണ്ട, അടുത്ത കോടതി കൂടുമ്പോൾ അവൾ വരില്ല, ആ ലക്ഷ്മി എന്ന് പറഞ്ഞവള്. എന്താ വെച്ചാൽ അവളെ കൊല്ലാൻ പോകാൻ വല്ല പ്ലാനും ഉണ്ടോ? എന്താ അങ്ങനെ ഒരു പ്ലാൻ ഇട്ട് അമ്മൾക്ക് പ്രശ്നമുണ്ടോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് എൻ്റെ അമ്മക്കും എത്രയും പെട്ടെന്ന് അച്ഛനെ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. മോളെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന മോൾ ആരാന്ന് മോൾക്ക് അറിയാമോ? അത് ഈ കാർത്തിക മോളാ. ഞാൻ അങ്ങനെ പെട്ടെന്ന് ആരെ സ്നേഹിക്കാറില്ല, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു മോള് സ്നേഹിച്ച ഒരേ ഒരു മോള് മാത്രമാണ്. മോൾക്ക് മോളുടെ അമ്മക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. മോള് നോക്കിക്കോ, ആ ലക്ഷ്മി എന്ന് പറഞ്ഞ എൻ്റെ ആദ്യ ഭാര്യ പറഞ്ഞ് കള്ളക്കേസ് കൊടുത്തവളുണ്ടല്ലോ, അവൾ അടുത്ത പ്രാവശ്യം കോടതി കൂടുമ്പോൾ അവൾ വരില്ല, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കൊല്ലാന്നുണ്ടെങ്കിൽ കൊന്നു വെച്ചാൽ ഒരു കുഴപ്പമില്ല, അച്ഛൻ്റെ കൂടെ ഞാനും എൻ്റെ അമ്മയൊക്കെ എപ്പോഴും ഉണ്ടാകും എന്ന് പറയണം. അത് മതി മോളെ, അതാ അച്ഛൻ്റെ ധൈര്യം എന്ന് പറയാണ്. മോളൊന്നും കൊണ്ട് പേടിക്കേണ്ട, എല്ലാം റെഡിയാക്കാൻ നമുക്കെന്ന് പറഞ്ഞിട്ട് പ്രകാശം മുകളിലേക്ക് പോവാണ്. പ്രകാശം പോയി കഴിയുമ്പോൾ പുച്ഛത്തോട് കൊടുത്ത് നോക്കിച്ചിരിക്കുന്ന കാർത്തികനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.